ഇന്നിപ്പോൾ ഈ അന്വേഷണ സംഘത്തിലെ, അതായത് കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷെയിംലെസ് അറ്റംപ്റ്റ് എന്നുവരെ കോടതിയുടെ ആക്ഷേപത്തിന് വിധേയനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസാണ് പോലീസ് മേധാവിക്ക് മുന്നിൽ പരാതി നൽകിയിരിക്കുന്നത്. വിധിന്യായം ചോർന്നു എന്ന് പറഞ്ഞു. അത് പറയാൻ അടിസ്ഥാനം എന്ന് പറയുന്നത്, വിധി പറയുന്നതിന് കഴിഞ്ഞ 9-ാം തീയതി വിധി പറയുന്നതിന് ഏതാനും ദിവസം മുമ്പ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന് പ്രസിഡന്റിന് കിട്ടിയ ഒരു ഊമക്കത്താണ്. അതിൽ പറയുന്ന ഒറ്റ വരിയേ ഉള്ളൂ, ദിലീപ് അടക്കം ഗൂഢാലോചനയ്ക്ക് പ്രതികരണത്തിന് 3 പേരെ കോടതി വെറുതെ വിടും, ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നീട് എഴുതി തയ്യാറാക്കിയത് ഷേർലി എന്ന് പറഞ്ഞൊരു ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഈ കോടതി നടപടികളിലെ കേസിനെ സൂക്ഷ്മമായിട്ട് ഫോളോ ചെയ്യുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അത് എന്റെ ഉറച്ച ബോധ്യം അത് തന്നെയായിരുന്നു. അപ്പൊ നമ്മളെക്കാൾ നന്നായിട്ട് ഈ കേസ് ഈ വാദങ്ങൾ മുഴുവൻ നിന്ന് കേട്ടിട്ടുള്ള, അതനുഭവിച്ചിട്ടുള്ള പ്രോസിക്യൂഷനും പോലീസിനും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവർക്ക് ഏറ്റവും നന്നായി അറിയുന്ന ഒരു ഇൻഫർമേഷനാണ് ഈ ഊമക്കത്തായിട്ട് വിധിക്ക് മുമ്പേ പുറത്തു പോയത്. അപ്പൊ അതിൽ പറയുന്ന ഇൻഫർമേഷൻ ദിലീപിനെ വെറുതെ വിടുമെന്നുള്ളത് സത്യമായതുകൊണ്ടാണ് ഇത് വാർത്തയാവുന്നതും ഇങ്ങനെ പരാതിക്ക് കളമൊരുക്കുന്നതും. ഇനി അത് സത്യമായില്ലെങ്കിലോ, ദിലീപിനെ ശിക്ഷിക്കാനായിട്ട് തീരുമാനമെങ്കിലോ, ഇങ്ങനൊരു കത്ത് ഏതോ വിവരമില്ലാത്ത ആരോ എഴുതിയെന്ന് പറഞ്ഞ് എടുത്ത് ചവിട്ടോട്ടെ കളയുന്ന സംഗതി ഉണ്ടാകുമായിരുന്നുള്ളൂ. അപ്പം അത് വിധി ഇങ്ങനെ ആയതുകൊണ്ട് അത് വാർത്തയാവുന്നു, കേസ് പരാതിയാവുന്നു. ഹൈക്കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയത്തിന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയാണ് ഇപ്പൊ ഈ കത്തുള്ളത്. അതവിടെ നിൽക്കുമ്പോൾ പോലീസ് മേധാവിക്ക് കൊടുത്ത് അവിടെ വേറെ അന്വേഷണത്തിന് തുടങ്ങി വെക്കാൻ കഴിയുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം.